സ്വാഗതം. 102/2024 OL ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസിൻ്റെ ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അത് നടന്ന പരീക്ഷ നടന്നത് 29/8/2024 നടന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. 20 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സബ്ജക്റ്റീവ് ആയിട്ടുള്ളതാണ്. 1 മുതൽ 20 വരെ ജനറൽ നോളജ്. അപ്പം ഞാൻ 20 മുതൽ അതായത് 21 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ടാവുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു മൾട്ടിപ്പിൾ കാർപ്പിലറി അപ്പോകാർപ്പസ് പിസ്റ്റലിൽ നിന്നാണ്. ഒരു മൾട്ടിപ്പിൾ കാർപ്പിലറി അപ്പോകാർപ്പസ് പിസ്റ്റലിൽ നിന്നാണ് ഒരു അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. 22ാമത്തത്, കാലസിലെ കോശങ്ങൾ പൂർണ്ണ ചെടിയായി വളരുമ്പോൾ നടക്കുന്ന പ്രക്രിയ. കാലസിലെ കോശങ്ങൾ പൂർണ്ണ ചെടിയായി വളരുമ്പോൾ നടക്കുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, റീഡിഫറൻസിയേഷൻ. അതാണ് ആൻസർ, റീഡിഫറൻസിയേഷൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ, അഗ്രോബാക്ടീരിയത്തെ ഉപയോഗിച്ചുള്ള ജീൻ ട്രാൻസ്ഫർ ഫലവത്താവുന്നത്. അഗ്രോബാക്ടീരിയത്തെ ഉപയോഗിച്ചുള്ള ജീൻ ട്രാൻസ്ഫർ ഫലവത്താവുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡൈക്കോട്ട് ചെടികളിലാണ്. ഡൈക്കോട്ട് ചെടികളിലാണ് അഗ്രോബാക്ടീരിയത്തെ ഉപയോഗിച്ചുള്ള ജീൻ ട്രാൻസ്ഫർ ഫലവത്താവുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാം സ്റ്റെയിനിങ് പ്രക്രിയയിൽ സാഫ്രണിൽ ഉപയോഗിച്ച് കൗണ്ടർ സ്റ്റെയിനിങ് നടത്തിയ ബാക്ടീരിയകൾ നിരീക്ഷിക്കുമ്പോൾ. ഗ്രാം സ്റ്റെയിനിങ് പ്രക്രിയയിൽ സാഫ്രണിൽ ഉപയോഗിച്ച് കൗണ്ടർ സ്റ്റെയിനിങ് നടത്തിയ ബാക്ടീരിയകൾ നിരീക്ഷിക്കുമ്പോൾ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾ വയലറ്റ് നിറത്തിലും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ ചുവന്ന നിറത്തിലും കാണപ്പെടും. ഇതാണ് ആൻസർ. അപ്പോൾ എ ആണ് ആൻസർ. ഒന്നും കൂടി വായിക്കാം. ഗ്രാം സ്റ്റെയിനിങ് പ്രക്രിയയിൽ സാഫ്രണിൽ ഉപയോഗിച്ച് കൗണ്ടർ സ്റ്റെയിനിങ് നടത്തിയ ബാക്ടീരിയകൾ നിരീക്ഷിക്കുമ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾ വയലറ്റ് നിറത്തിലും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ ചുവന്ന നിറത്തിലും കാണപ്പെടും. അതാണ് ആൻസർ. 25ാമത്തെ ക്വസ്റ്റ്യൻ, കോശവിഭജന പ്രക്രിയയിൽ DNA നിർമ്മാണം നടക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, എസ് ഫേസിൽ വെച്ചാണ്. കോശവിഭജന പ്രക്രിയയിൽ DNA നിർമ്മാണം നടക്കുന്നത് എസ് ഫേസിൽ വെച്ചാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലസ്റ്റൽ W എന്നത് ഒരു. ആൻസർ ഓപ്ഷൻ എ ആണ്, മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ടൂളാണ്. ക്ലസ്റ്റൽ W എന്നത് ഒരു മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ് ടൂളാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ലിത്തോസിർ സെക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ക്രമത്തിലുള്ളത് തിരഞ്ഞെടുക്കുക. ഒരു ലിത്തോസിർ സെക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ക്രമത്തിലുള്ളത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലൈക്കൻ സ്റ്റേജ്, മോസ് സ്റ്റേജ്, ഹെർബ് സ്റ്റേജ്, ഷബ് സ്റ്റേജ്, ഫോറസ്റ്റ് സ്റ്റേജ്. ഇതാണ് ഒരു ലിത്തോസിർ സെക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ക്രമത്തിലുള്ളത് ലൈക്കൻ സ്റ്റേജ്, മോസ് സ്റ്റേജ്, ഹെർബ് സ്റ്റേജ്, ഷബ് സ്റ്റേജ്, ഫോറസ്റ്റ് സ്റ്റേജ്. ഇവയാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലുള്ള മനുഷ്യ ജീനോം സീക്വൻസ് മാപ്പിന്റെ ഡാറ്റാബേസ് അറിയപ്പെടുന്നത്. നിലവിലുള്ള മനുഷ്യ ജീനോം സീക്വൻസിന്റെ മാപ്പിന്റെ ഡാറ്റാബേസ് അറിയപ്പെടുന്നത്
ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോൾഡൻ പാത്ത്. ഗോൾഡൻ പാത്ത് എന്നാണ് നിലവിലുള്ള മനുഷ്യ ജീനോം സീക്വൻസ് മാപ്പിൻ്റെ ഡാറ്റാബേസ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെയാണ്. ശരിയായി യോജിപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ശരിയായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. അതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്രാഫിസ് ക്രസ്റ്റോസ്, പാർമീലിയ ഫോളിയോസ്, അസ്നിയ ഫ്രൂട്ടിക്കോസ്. ഇവയാണ് കറക്റ്റായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാഫിസ് ക്രസ്റ്റോസ്, പാർമീലിയ ഫോളിയോസ്, അസ്നിയ ഫ്രൂട്ടിക്കോസ്. മാച്ച് ദ ഫോളോയിങ് ആണത്. അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ. ഹരിതഗണത്തിലും മൈറ്റോകോൺട്രിയയിലും നടക്കുന്ന ATP നിർമ്മാണ പ്രക്രിയ വിശദീകരിക്കുന്ന കൂടുതൽ സ്വീകാര്യമായ ഹൈപ്പോത്തിസിസ് ആണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ്. ഇതിൽ പ്രകാരം ATP നിർമ്മാണത്തിന് അത്യാവശ്യമായത് തിരഞ്ഞെടുക്കുക. ഒന്നുകൂടി വായിക്കാം. ഹരിതഗണത്തിലും മൈറ്റോകോൺട്രിയയിലും നടക്കുന്ന ATP നിർമ്മാണ പ്രക്രിയ വിശദീകരിക്കുന്ന കൂടുതൽ സ്വീകാര്യമായ ഹൈപ്പോത്തിസിസ് ആണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ്. ഇതിൻ പ്രകാരം ATP നിർമ്മാണത്തിന് അത്യാവശ്യമായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. അപ്പോൾ എന്തൊക്കെയാണ്? ഒരു സ്തരമുണ്ട്, എ മെംബ്രെയിൻ, ഒരു പ്രോട്ടോൺസ് ഗ്രേഡിയൻ്റ് ഉണ്ട്, ATP AC എൻസൈം ഉണ്ട്. അപ്പോൾ മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം ആൻസറാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. 31ാമത്തെ ക്വസ്റ്റ്യൻ. ജലത്തിൽ പഞ്ചസാര ലയിക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നു. വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നു. ജലത്തിൽ പഞ്ചസാര ലയിക്കുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നു. 32ാമത്തെ ക്വസ്റ്റ്യൻ. TMV ടൊബാക്കോ മൊസൈക് വൈറസ്. TMVയുടെ ജനിതക വസ്തു ഏതാണ്? TMV എന്ന് പറഞ്ഞാൽ ടൊബാക്കോ മൊസൈക് വൈറസ്, അതിൻ്റെ ജനിതക വസ്തു. ആൻസർ ഓപ്ഷൻ എ ആണ്, ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് TMV എന്ന് പറഞ്ഞാൽ. അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യൻ. മിയോസിസ് 1-ൽ ക്രോസിംഗ് ഓവർ പ്രക്രിയ നടക്കുന്ന ഘട്ടം. മിയോസിസ് 1-ൽ ക്രോസിംഗ് ഓവർ പ്രക്രിയ നടക്കുന്ന ഘട്ടം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, പാക്കറ്റീൻ ആണ് ഘട്ടത്തിൻ്റെ പേര്, പാക്കറ്റീൻ. അടുത്തത് ജിയോളജിക്കൽ ടൈം സ്കെയിലിൻ്റെ ശരിയായ ക്രമീകരണം ഏത്? ജിയോളജിക്കൽ ടൈം സ്കെയിലിൻ്റെ ശരിയായ ക്രമീകരണം. ആൻസർ ഓപ്ഷൻ സി ആണ്, ആർക്കിയോസോയിക്, പ്രോട്ടിറോസോയിക്, പാലിയോസോയിക്, മീസോസോയിക് ആൻഡ് സീനോസോയിക്. അപ്പോൾ ജിയോളജിക്കൽ ടൈം സ്കെയിലിൻ്റെ ശരിയായ ക്രമീകരണം ആർക്കിയോസോയിക്, പ്രോട്ടിറോസോയിക്, പാലിയോസോയിക്, മീസോസോയിക് ആൻഡ് സീനോസോയിക്. അടുത്തത്, വൈറസ് ബാധിച്ച ഒരു ചെടിയിൽ നിന്നും വൈറസ് ബാധ ഇല്ലാത്ത ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. വൈറസ് ബാധിച്ച ഒരു ചെടിയിൽ നിന്നും വൈറസ് ബാധ ഇല്ലാത്ത ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മെരിസ്റ്റം ടിപ്പ് കൾച്ചറിലൂടെയാണ്. മെരിസ്റ്റം ടിപ്പ് കൾച്ചറിലൂടെയാണ് വൈറസ് ബാധിച്ച ഒരു ചെടിയിൽ നിന്നും വൈറസ് ബാധ ഇല്ലാത്ത ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. മെരിസ്റ്റം ടിപ്പ് കൾച്ചറിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 36ാമത്തത്. ഒരു ചെടിയിലെ ഇലകളുടെ നീളം കണക്കാക്കിയപ്പോൾ 21 വ്യത്യസ്ത അളവുകളാണ് ലഭിച്ചത്. ഈ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ അവയുടെ മീഡിയൻ ഏതായിരിക്കും?
ഒരു ചെടിയിലെ ഇലകളുടെ നീളം കണക്കാക്കിയപ്പോൾ 21 വ്യത്യസ്ത അളവുകളാണ് ലഭിച്ചത്. ഈ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ അവയുടെ മീഡിയൻ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ് 11ാമത്തെ സംഖ്യ. 37ാമത്തെ ക്വസ്റ്റ്യൻ. നെല്ലിൻ്റെ തണ്ടുതുരപ്പൻ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ടോറിസൈഡ് എന്ന ജൈവ കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്നത് ഡാഷ് ബാക്ടീരിയകളെ ഉപയോഗിച്ചാണ്. നെല്ലിൻ്റെ തണ്ടുതുരപ്പൻ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ടോറിസൈഡ് എന്ന ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത് ഡാഷ് ബാക്ടീരിയകളെ ഉപയോഗിച്ചാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് ബാസിലസ് തുറിഞ്ചിയൻസിസ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് ബാക്ടീരിയകളെ ഉപയോഗിച്ചാണ് നെല്ലിൻ്റെ തണ്ടുതുരപ്പൻ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ടോറിസൈഡ് എന്ന ജൈവ കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാം കോളത്തിലെ പ്ലാസന്റേഷനുകൾ രണ്ടാം കോളത്തിലെ ഉദാഹരണങ്ങളുമായി ശരിയായി ചേർന്ന് വരുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. എ ഏതാണ്? ബേസൽ ഏതാണ്? സൺഫ്ലവർ ആണ്. ബിയില് ഫ്രീ സെൻട്രൽ ഏതാണ്? പ്രിംറോസ് ആണ്. സി ഏതാണ്? പരൈറ്റൽ, അത് 5th ആർജിമോൻ ആണ്. ഡി ഏതാണ്? ആക്സിയൽ, അതിൽ 3rd വൺ ലെമൺ ആണ്. ഇയില് മാർജിനലിലെ 2nd വൺ പയറാണ്. അപ്പോൾ ഒന്നാം കോളത്തിലെ പ്ലാസന്റേഷനുകൾ രണ്ടാം കോളത്തിലെ ഉദാഹരണങ്ങളായി ശരിയായി വരുന്ന ഓപ്ഷനാണ് ഇപ്പോൾ വായിച്ചത്. ഓപ്ഷൻ സി ആണ്. അത് നന്നായിട്ട് എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ. 39ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതിലാണ് ഗിർഡിലിംഗ് ആവശ്യമായി വരുന്നത്? താഴെ പറയുന്നവയിൽ ഏതിലാണ് ഗിർഡിലിംഗ് ആവശ്യമായി വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ലെയറിംഗ്. ലെയറിങ്ങിലാണ് ഗിർഡിലിംഗ് ആവശ്യമായി വരുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഇലകളിലും മറ്റും കാണുന്ന കരിഞ്ഞുണങ്ങിയ പാടുകൾ പല സസ്യരോഗങ്ങളുടെയും ലക്ഷണമാണ്. ഇത് അറിയപ്പെടുന്നത്. ഇലകളിലും മറ്റും കാണുന്ന കരിഞ്ഞുണങ്ങിയ പാടുകൾ പല സസ്യരോഗങ്ങളുടെയും ലക്ഷണമാണ്. ഇത് അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി നെക്രോസിസ് എന്നാണ്. നെക്രോസിസ് എന്നാണ് ഇലകളിലും മറ്റും കാണുന്ന കരിഞ്ഞുണങ്ങിയ പാടുകൾ അറിയപ്പെടുന്നത്. പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. അതിൻ്റെ പേരാണ് നെക്രോസിസ്. 41ാമത്തെ ക്വസ്റ്റ്യൻ. റിട്രോ വൈറസുകൾക്ക് അവയുടെ RNAയിൽ നിന്നും DNA രൂപീകരിക്കുവാൻ സാധിക്കുന്നത്. റിട്രോ വൈറസുകൾക്ക് അവയുടെ RNAയിൽ നിന്നും DNA രൂപീകരിക്കാൻ സാധിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. അവയിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എൻസൈം ഉള്ളതുകൊണ്ട്. അവയിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എൻസൈം ഉള്ളതുകൊണ്ടാണ് റിട്രോ വൈറസുകൾക്ക് അവയുടെ RNAയിൽ നിന്നും DNA രൂപീകരിക്കാൻ സാധിക്കുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ. നെൽകൃഷിയിൽ വലിയ നഷ്ടമുണ്ടാക്കുന്ന രോഗമാണ് ബ്ലാസ്റ്റ് രോഗം. ഇതിന് കാരണമായ ഫംഗസ്. നെൽകൃഷിയിൽ വലിയ നഷ്ടമുണ്ടാക്കുന്ന രോഗമാണ് ബ്ലാസ്റ്റ് രോഗം. ഇതിന് കാരണമായ ഫംഗസ് ആണ് ഓപ്ഷൻ ബി മാഗ്ന പോർത്തേഗ്രീസിയ. മാഗ്ന പോർത്തേഗ്രീസിയ എന്ന ഫംഗസ് ആണ് നെൽകൃഷിയിൽ ബ്ലാസ്റ്റ് രോഗം ഉണ്ടാക്കുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ. റെസിമോസ് ഇൻഫ്ലോറസെൻസിൽ പൂക്കളുടെ ക്രമീകരണം. റെസിമോസ് ഇൻഫ്ലോറസെൻസിൽ പൂക്കളുടെ ക്രമീകരണം ഓപ്ഷൻ സി ആണ്. സെൻട്രിപീറ്റൽ രീതിയിലാണ് റെസിമോസ് ഇൻഫ്ലോറസെൻസിൽ പൂക്കളുടെ ക്രമീകരണം. സെൻട്രിപീറ്റൽ രീതിയിലാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് ജീവിയിലാണ് ആൺവർഗത്തിൽപ്പെട്ട ജീവികൾക്ക് പെൺവർഗത്തേക്കാൾ ഒരു ക്രോമസോം കുറവുള്ളത്?
താഴെ പറയുന്നതിൽ ഏത് ജീവിയിലാണ് ആൺവർഗത്തിൽപ്പെട്ട ജീവികൾക്ക് പെൺവർഗത്തേക്കാൾ ഒരു ക്രോമസോം കുറവുള്ളത്? ഓപ്ഷൻ ഡി ആണ് പുൽച്ചാടി. പുൽച്ചാടിയിൽ എങ്ങനെയാണ് ആൺവർഗത്തിൽപ്പെട്ട ജീവികൾക്ക് പെൺവർഗത്തേക്കാൾ ഒരു ക്രോമസോം കുറവാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രയോഫൈറ്റുകൾ സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നത്? ബ്രയോഫൈറ്റുകൾ സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം അത്യാവശ്യമായതുകൊണ്ട്. അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കുവാൻ ജലം അത്യാവശ്യമായതുകൊണ്ടാണ് ബ്രയോഫൈറ്റുകൾ സസ്യലോകത്തിലെ ഉഭയജീവികൾ എന്ന് അറിയപ്പെടുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ZDNA-യിൽ ഒരു പൂർണ്ണ ചുറ്റിൽ എത്ര ബേസ് ജോഡികളുണ്ട്? ZDNA-യിൽ ഒരു പൂർണ്ണ ചുറ്റിൽ കംപ്ലീറ്റ് ഹെലിക്സിലെ എത്ര ബേസ് ജോഡികളുണ്ട് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 12. താഴെ പറയുന്നതിൽ നിന്ന് ഹെറ്ററോസ്പോറിക് ആയ ഫേൺ തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നതിൽ നിന്ന് ഹെറ്ററോസ്പോറിക് ആയ ഫേൺ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെലാജിനെല്ല. സെലാജിനെല്ലയാണ് ഹെറ്ററോസ്പോറിക് ആയ ഫേൺ. 48ാമത്തെ ക്വസ്റ്റ്യൻ, കൊപ്രോഫിലസ് ഫംഗസുകൾ വസിക്കുന്നത് എവിടെയാണ്? മൃഗങ്ങളുടെ ചാണകത്തിൽ. ആൻസർ ഓപ്ഷൻ എ ആണ്. കൊപ്രോഫിലസ് ഫംഗസുകൾ വസിക്കുന്നത് മൃഗങ്ങളുടെ ചാണകത്തിലാണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ, സിസ്റ്റോലിത്ത് എന്നാൽ എന്ത്? സിസ്റ്റോലിത്ത് എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആൽമരത്തിൻ്റെ ഇലകളിൽ കാണുന്ന കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റലുകളാണ് സിസ്റ്റോലിത്ത്. അപ്പോൾ ആൽമരത്തിൻ്റെ ഇലകളിൽ കാണുന്ന കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റലുകളെയാണ് സിസ്റ്റോലിത്ത് എന്ന് പറയുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് ഏതാണ്? താഴെ പറയുന്നതിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, EMBL. EMBL ആണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഷഡ്പദങ്ങളുടെ ബാഹ്യ അസ്ഥികൂടവും ഫംഗസുകളുടെ കോശഭിത്തിയും നിർമ്മിച്ചിരിക്കുന്നത് ഡാഷ് കൊണ്ടാണ്? ഷഡ്പദങ്ങളുടെ ബാഹ്യ അസ്ഥികൂടവും ഫംഗസുകളുടെ കോശഭിത്തിയും നിർമ്മിച്ചിരിക്കുന്നത് ഡാഷ് കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കൈറ്റിൻ കൊണ്ടാണ്. കൈറ്റിൻ കൊണ്ടാണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്യൂണേറിയയുടെ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത്? ഫ്യൂണേറിയയുടെ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രോട്ടോണിമ. പ്രോട്ടോണിമയാണ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണമായും സെക്കൻഡറി മെരിസ്റ്റമായത് തിരഞ്ഞെടുക്കുക. പൂർണ്ണമായും സെക്കൻഡറി മെരിസ്റ്റമായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്, ഫെല്ലോജൻ. ഫെല്ലോജൻ ആണ് പൂർണ്ണമായിട്ടും സെക്കൻഡറി മെരിസ്റ്റം. 54ാമത്തെ ക്വസ്റ്റ്യൻ, വാണിജ്യാടിസ്ഥാനത്തിൽ നാരുത്പാദനത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നത്. അതായത് നാരുൽപാദനത്തിന് വേണ്ടി എന്നാണ്, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടോ? 1ഉം 2ഉം എന്നാണ് ആൻസർ ഓപ്ഷൻ. അപ്പോൾ എന്തായിരിക്കും? ഗൊസിപ്പിയും കോർക്കറസും ആണോ? എയും ബിയും എന്നല്ല എഴുതേണ്ടത്. അപ്പോൾ അവിടെ എന്തോ സംതിങ് റോങ് ഉണ്ട്. നമുക്കത് നെറ്റിൽ നോക്കി കറക്റ്റ് ചെയ്യാം. അപ്പം എൻ്റെ അടുത്ത വീഡിയോയിൽ ഇത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 55. സൈക്കസിന് നൈട്രജൻ ഫിക്സേഷൻ സാധിക്കുന്നത് ഡാഷ് ഉള്ളത് കൊണ്ടാണ്? സൈക്കസിന് നൈട്രജൻ ഫിക്സേഷൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, കോറലോയിഡ് റൂട്ടുകൾ ഉള്ളതുകൊണ്ടാണ്. കോറലോയിഡ് റൂട്ടുകൾ ഉള്ളതുകൊണ്ടാണ് സൈക്കസിന് നൈട്രജൻ ഫിക്സേഷൻ സാധിക്കുന്നത്. നൈട്രജൻ ഫിക്സേഷൻ സാധിക്കുന്നത്
കോറലോയിഡ് റൂട്ടുകൾ വഴിയാണ്. അപ്പോൾ സൈക്കസിന് അതുണ്ട്. 56ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബയോ ഫെർട്ടിലൈസർ അല്ലാത്തത്. താഴെ പറയുന്നവയിൽ ബയോ ഫെർട്ടിലൈസർ അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ്. ബയോ ഫെർട്ടിലൈസർ അല്ലാത്തത് ക്ലോസ്ട്രീഡിയമാണ്. അപ്പോൾ ബയോ ഫെർട്ടിലൈസർ ഉള്ളത് ഏതൊക്കെ? അസിറ്റോബാക്ടർ, അസിറ്റോസ്പൈറില്യം, റൈസോബിയം. ഇതെല്ലാം ബയോ ഫെർട്ടിലൈസർ ആണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ, ഗോതമ്പിൽ 100 വിത്തുകൾ ഉണ്ടാകുന്നതിന് എത്ര ഊനഭംഗങ്ങൾ, അതായത് മിയോട്ടിക് ഡിവിഷൻ എത്രണ്ണം നടക്കണമെന്നാണ് ചോദിക്കുന്നത്. ഗോതമ്പിൽ 100 വിത്തുകൾ ഉണ്ടാകുന്നതിന് എത്ര ഊനഭംഗങ്ങൾ നടക്കണം? മിയോട്ടിക് ഡിവിഷൻസ് എത്ര വേണം? ആൻസർ ഓപ്ഷൻ സി ആണ്. 125 മിയോട്ടിക് ഡിവിഷൻസ് വേണം. 58ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഹിക മാലിന്യങ്ങൾ കൂടിച്ചേരുന്നിടത്ത് നദിയിലെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾ നശിച്ചുപോകുന്നതിന് കാരണം. ഗാർഹിക മാലിന്യങ്ങൾ കൂടിച്ചേരുന്നിടത്ത് നദിയിലെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾ നശിച്ചുപോകുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. മലിനജലം എത്തുമ്പോൾ നദീജലത്തിലെ BOD കൂടുകയും DO കുറയുകയും ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഏതാണ്? മലിനജലം എത്തുമ്പോൾ നദീജലത്തിലെ BOD കൂടുകയും DO കുറയുകയും ചെയ്യുന്നു. താഴെ പറയുന്നതിൽ ആരുടെ വർഗീകരണമാണ് നാച്ചുറൽ സിസ്റ്റം? താഴെ പറയുന്നതിൽ ആരുടെ വർഗീകരണമാണ് നാച്ചുറൽ സിസ്റ്റം? ഓപ്ഷൻ സി ആണ്. വിറ്റാക്കറിൻ്റെ വർഗീകരണമാണ് നാച്ചുറൽ സിസ്റ്റം. 60ാമത്തെ ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ ഉപയോഗിച്ച ക്ലോണിംഗ് വെക്റ്റർ ഏതാണ്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ ഉപയോഗിച്ച ക്ലോണിംഗ് വെക്റ്ററാണ് BAC. ഓപ്ഷൻ ഡി ആണ്. BAC ആണ് ആൻസർ. 61ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിസെൻറ്ററി ഇല്ലാത്ത ദഹന വ്യവസ്ഥയുടെ ഭാഗമേത്? മീസെൻറ്ററി ഇല്ലാത്ത ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇടത് വലത് കോളൻ. 62ാമത്തെ ക്വസ്റ്റ്യൻ, ദി ഒറിജിൻ ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ദി ഒറിജിൻ ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഓപ്ഷൻ ബി AI ഒപ്പാരിൻ. AI ഒപ്പാരിനാണ് ഒറിജിൻ ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. 63ാമത്തെ ക്വസ്റ്റ്യൻ, PCR-ൽ ടാഗ് പോളിമറേസുകൾ ഉപയോഗിക്കാൻ കാരണം. PCR-ൽ ടാഗ് പോളിമറേസുകൾ ഉപയോഗിക്കാൻ കാരണം ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതിന് ഉന്നത ഊഷ്മാവിൽ പ്രവർത്തിക്കാൻ കഴിയും. PCR-ൽ ടാഗ് പോളിമറേസുകൾ ഉപയോഗിക്കാൻ കാരണം ഉന്നത ഊഷ്മാവിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ, ജനിതക മാറ്റം വരുത്തിയ ഗോൾഡൻ റൈസിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. വിറ്റാമിൻ എയുടെ നിർമ്മാണത്തിനാവശ്യമായ ബീറ്റ കരോട്ടിൻ ഉണ്ട്. ജനിതക മാറ്റം വരുത്തിയ ഗോൾഡൻ റൈസിൽ വിറ്റാമിൻ എയുടെ നിർമ്മാണത്തിനാവശ്യമായ ബീറ്റ കരോട്ടിൻ ഉണ്ട്. 65ാമത്തെ ക്വസ്റ്റ്യൻ, പവിഴപ്പുറ്റുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഡാണ സബ്സിഡൻസ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. പവിഴപ്പുറ്റുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഡാണ സബ്സിഡൻസ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഓപ്ഷൻ ബി ചാൾസ് ഡാർവിൻ. 66ാമത്തെ ക്വസ്റ്റ്യൻ, ഉപരിതല ഹൃദയം എന്നറിയപ്പെടുന്ന പേശി ഏതാണ്? ഉപരിതല ഹൃദയം എന്നറിയപ്പെടുന്ന പേശി ഓപ്ഷൻ എ ആണ് സോളിയസ്. 67ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സീലിയ, ഫ്ലജല്ല എന്നിവയുടെ ചലനത്തിന് സഹായിക്കുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സീലിയ, ഫ്ലജല്ല എന്നിവയുടെ ചലനത്തിന് സഹായിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡൈനിൻസ് ആണ്. ഡൈനിൻസ്. 68ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് അലാനിൻ അമിനാമ്ലം ഉൾപ്പെടുന്നത്? താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിലാണ് അലാനിൻ അമിനാമ്ലം ഉൾപ്പെടുന്നത്?
ഓപ്ഷൻ എ ആണ് ആൻസർ. മോണോ അമിനോ മോണോ കാർബോക്സിലിക് അമിനാമ്ലം. മോണോ കാർബോക്സിലിക് അമിനാമ്ലമാണ് അലാനിൻ അമിനാമ്ലം വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. 69ാമത്തെ ക്വസ്റ്റ്യൻ. പാലിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. കെസീൻ. 70ാമത്തെ ക്വസ്റ്റ്യൻ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ചുവന്ന വിവരങ്ങളുടെ പുസ്തകം തയ്യാറാക്കുന്നത് IUCNന്റെ കീഴിലുള്ള ഏത് കമ്മീഷനാണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ചുവന്ന വിവരങ്ങളുടെ പുസ്തകം തയ്യാറാക്കുന്നത് IUCNന്റെ കീഴിലുള്ള ഏത് കമ്മീഷനാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. നിലനിൽപ്പിനായുള്ള സേവനം എന്ന കമ്മീഷനാണ് ഉണ്ടാക്കുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ. RNA DNA സങ്കരത്തിൽ നിന്ന് RNAയെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസാഗ്നിയാണ്. RNA DNA സങ്കരത്തിൽ നിന്ന് RNAയെ നീക്കാൻ ഉപയോഗിക്കുന്ന രാസാഗ്നിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. RNase ആണ് രാസാഗ്നി. 72ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകൃതിയിൽ കാണപ്പെടുന്ന ജനിതക എഞ്ചിനീയർ ഏതാണ്? ആണ് ഓപ്ഷൻ സി ആണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ജനിതക എഞ്ചിനീയർ ആണ് ബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ്. 73ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ശലഭോദ്യാനം എവിടെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശലഭ ഉദ്യാനം ആണ് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് തെന്മലയിലാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ. പ്രവർത്തനത്തിന് മഗ്നീഷ്യം ആവശ്യമുള്ള റെസിസ്ട്രക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം ഏതാണ്? പ്രവർത്തനത്തിന് മഗ്നീഷ്യം ആവശ്യമുള്ള റെസിസ്ട്രക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് എൻസൈം ഏതാണ്? ഓപ്ഷൻ സി ആണ് ടൈപ്പ് 2 എൻസൈം ആണ്. ടൈപ്പ് 2 ആണ് കേട്ടോ, ഇവിടെ വെച്ചെന്ന് മാറിപ്പോയതാണ്. ടൈപ്പ് 2 ആണ്. ഓക്കെ. 75ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് അനുപാതത്തിലാണ് കരളിന് രക്തം ലഭിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. 80% സിരകളിൽ നിന്നും 20% ധമനികളിൽ നിന്നുമാണ്. അപ്പോൾ ഏത് അനുപാതത്തിലാണ് കരളിന് രക്തം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ 80% സിരകളിൽ നിന്നും 20% ധമനികളിൽ നിന്നും. 76ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ലൈംഗിക രോഗം സ്ഥിരീകരിക്കാനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. സിഫിലിസ് ആണ് രോഗം. 77ാമത്തെ ക്വസ്റ്റ്യൻ. പേശികളില്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്ന അസ്ഥിയാണ്. ഓപ്ഷൻ സി ആണ് ടാലസ്. പേശികളില്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്ന അസ്ഥിയാണ് ടാലസ്. 78ാമത്തെ ക്വസ്റ്റ്യൻ. ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്ന രോഗത്തിൻ്റെ പ്രധാന കാരണം ഓപ്ഷൻ ഡി ആണ് പുകയില ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗമാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ. സ്പോഞ്ചുകൾ ഗ്ലൈക്കോജൻ, മാംസ്യം, കൊഴുപ്പ് എന്നിവ സംഭരിക്കുന്ന കോശങ്ങളാണ്. ഏതാണ്? സി ആണ് തെസോസൈറ്റ്. 80ാമത്തെ ക്വസ്റ്റ്യൻ. ചില പ്രത്യേക സ്ഥലത്തോ പ്രത്യേക വർഗം ആൾക്കാരിലോ ചില രോഗങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ മാത്രം കാണപ്പെടുന്നതിന് പറയുന്ന പേരാണ്. ചില പ്രത്യേക സ്ഥലത്തോ പ്രത്യേക വർഗം ആൾക്കാരിലോ
ചില രോഗങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ മാത്രം കാണപ്പെടുന്നതിന് പറയുന്ന പേരാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. 81ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രീതിയിലാണ് ഗർഭനിരോധന ഗുളികകൾ ഗർഭധാരണം തടയുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രീതിയിലാണ് ഗർഭനിരോധന ഗുളികകൾ ഗർഭധാരണം തടയുന്നത്? ഓപ്ഷൻ സി ആണ് അണ്ടോത്സർജനം തടയുന്നു. അണ്ടോത്സർജനം തടയുകയാണ് ഗുളികകൾ ചെയ്യുന്നത്. കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്നാണ് കേട്ടോ. കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ അത് പ്രൊജസ്റ്റിറോൺ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, പ്രൊജസ്റ്റിറോൺ. 83ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ മനുഷ്യരിൽ കാണുന്ന പ്ലാസന്റ് ഏത് തരമാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ മനുഷ്യരിൽ കാണുന്ന പ്ലാസന്റ ഏത് തരമാണ്? ഓപ്ഷൻ ബി ആണ് ഹീമോകോറിയൽ തരമാണ് മനുഷ്യരിൽ കാണുന്ന പ്ലാസന്റ. 84ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യരിൽ കണ്ണിന്റെ ലെൻസ് ഏത് ലെയറിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? മനുഷ്യരിൽ കണ്ണിന്റെ ലെൻസ് ഏത് അവിടെ ഇൻകറക്റ്റ് ആയിട്ട് വന്നാന്ന് തോന്നുന്നു. ലെയറിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ഓപ്ഷൻ എ ആണ് എക്ടോഡേം. 85ാമത്തെ ക്വസ്റ്റ്യൻ. ഗാലപ്പോസ് ദ്വീപിൽ ഡാർവിന് ഒരു പൂർവികനിൽ നിന്നും രൂപപ്പെട്ട വൈവിധ്യമാർന്ന കൊക്കുകളുള്ള കുരുവികളെ ദർശിക്കാൻ കഴിഞ്ഞു. ഈ മാറ്റം താഴെ പറയുന്നതിൽ ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? ഗാലപ്പോസ് ദ്വീപിൽ ഡാർവിന് ഒരു പൂർവികനിൽ നിന്നും രൂപപ്പെട്ട വൈവിധ്യമാർന്ന കൊക്കുകളുള്ള കുരുവികളെ ദർശിക്കാൻ കഴിഞ്ഞു. ഈ മാറ്റം താഴെ പറയുന്നതിൽ ഏത് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ആണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. RNA പോളിമറൈസ് 2 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരം RNA ആണ് നിർമ്മിക്കുന്നത്? RNA പോളിമറൈസ് 2 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരം RNA ആണ് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ HNRNA. 87ാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണ ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ ബി ആണ് റിനോവൈറസ്. 88ാമത്തെ ക്വസ്റ്റ്യൻ. ജനിതക പരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന സസ്യലോകത്തിലെ ഡ്രോസോഫില എന്നറിയപ്പെടുന്ന ഫംഗസ് ഏത്? ജനിതക പരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന സസ്യലോകത്തിലെ ഡ്രോസോഫില എന്നറിയപ്പെടുന്ന ഫംഗസ് ഓപ്ഷൻ ഡി ആണ് ന്യൂറോസ്പോറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അസറ്റൈൽ കോഎൻസൈം എ ലഭിക്കുന്ന പ്രക്രിയ ഏതാണ്? അസറ്റൈൽ കോഎൻസൈം എ ലഭിക്കുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞ എല്ലാ പ്രക്രിയയിലൂടെയും. മുകളിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലൈക്കോളിസിസ്, ഫാറ്റി ആസിഡിന്റെ ബീറ്റ ഓക്സിഡേഷൻ, അമ്ലങ്ങളുടെ ഡീഅമിനേഷൻ ആണ്. ഈ 3 പ്രക്രിയയിലൂടെയുമാണ് അസറ്റൈൽ കോഎൻസൈം എ ലഭിക്കുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ. ജീവികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രവർത്തനത്തിനാണ് RNA ഇന്റർഫിയറൻസ് ഉപയോഗിക്കുന്നത്? ജീവികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രവർത്തനത്തിനാണ് RNA ഇന്റർഫിയറൻസ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് സെൽ ഡിഫെൻസിന് വേണ്ടിയിട്ടാണ്. 91ാമത്തെ ക്വസ്റ്റ്യൻ. രക്താർബുദ രോഗികളുടെ ഇടുപ്പെല്ലിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് അസ്ഥിമജ്ജ ശേഖരിക്കുന്നത്? രക്താർബുദ രോഗികളുടെ ഇടുപ്പെല്ലിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് അസ്ഥിമജ്ജ ശേഖരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഇലിയാക് ക്രെസ്റ്റ്. 92ാമത്തെ ക്വസ്റ്റ്യൻ. DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്? DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഓപ്ഷൻ എ ആണ് ജീൻ മാപ്പിംഗ്. 93ാമത്തെ ക്വസ്റ്റ്യൻ. വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന സ്പോഞ്ചാണ് ഓപ്ഷൻ ഡി യൂപ്ലക്റ്റല്ലയാണ്.
94ാമത്തെ ക്വസ്റ്റ്യൻ, അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പ്ലീഹ. 95ാമത്തെ ക്വസ്റ്റ്യൻ, നട്ടെല്ലില്ലാത്ത ജീവികളിൽ അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ പര്യനമുള്ള ജീവികൾ ഉൾപ്പെടുന്ന ഫൈലമാണ്. നട്ടെല്ലില്ലാത്ത ജീവികളിൽ അടഞ്ഞ രക്തപര്യനമുള്ള ജീവികൾ ഉൾപ്പെടുന്ന ഫൈലമാണ്. ഓപ്ഷൻ ബി ആണ് അനലിഡ. ഫൈലം അനലിഡ. അടുത്ത ക്വസ്റ്റ്യൻ, 96ാമത്തെ, ആദിമ ഭൂമിയിൽ പൂർവകോശങ്ങൾ രൂപപ്പെടാൻ കാരണമായ ജൈവ കണികകളെ പ്രോട്ടിനോയിഡ് മൈക്രോസ്ഫിയർ എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ. ആദിമ ഭൂമിയിൽ പൂർവകോശങ്ങൾ രൂപപ്പെടാൻ കാരണമായ ജൈവ കണികകളെ പ്രോട്ടിനോയിഡ് മൈക്രോസ്ഫിയർ എന്ന് വിളിച്ച ശാസ്ത്രജ്ഞനാണ് സിഡ്നി ഫോക്സ്. ഓപ്ഷൻ ബി ആണ് സിഡ്നി ഫോക്സ്. 97ാമത്തെ ക്വസ്റ്റ്യൻ, മലേറിയയ്ക്ക് കാരണമാകുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം മനുഷ്യരിലും കൊതുകുകളിലുമായി പൂർത്തിയാക്കപ്പെടുന്നു. ഇതിൽ കൊതുകിൽ പൂർത്തിയാക്കപ്പെടുന്ന ഘട്ടം ആണ് ഓപ്ഷൻ സി ഗാമോഗോണിയാണ്. മലേറിയക്ക് കാരണമാകുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ ജീവിതചക്രം മനുഷ്യരിലും കൊതുകിലുമായി പൂർത്തിയാക്കപ്പെടുന്നു. ഇതിൽ കൊതുകിൽ പൂർത്തിയാക്കപ്പെടുന്ന ഘട്ടമാണ് ഗാമോഗോണി. 98ാമത്തെ ക്വസ്റ്റ്യൻ, സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഏകകോശ ജീവി. സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഏകകോശ ജീവിയാണ് ഓപ്ഷൻ ബി ട്രിപ്പനോസോമയാണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത്. 99ാമത്തെ ക്വസ്റ്റ്യൻ, പനീത്ത് കോശങ്ങൾ എവിടെ കാണപ്പെടുന്നു? പനീത്ത് കോശങ്ങൾ ഓപ്ഷൻ എ ആണ് ചെറുകുടലിൽ കാണപ്പെടുന്ന കോശങ്ങളെയാണ് പനീത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യരുടെ അസ്ഥിയും പല്ലും ഉണ്ടാക്കിയിരിക്കുന്ന വസ്തു. മനുഷ്യരുടെ അസ്ഥിയും പല്ലും ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവാണ് ഓപ്ഷൻ ഡി കാൽസ്യം ഫോസ്ഫേറ്റ്. ഇതോടുകൂടി ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയാണ് ഇത്. 2024 നടന്ന നാച്ചുറൽ സയൻസിൻ്റെ പരീക്ഷ ഓൺലൈനായിട്ട് നടന്നതാണ്. അതിൻ്റെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ആൻസർ ചെയ്ത് കഴിഞ്ഞത്. GK ക്വസ്റ്റ്യൻസ് പിന്നീട് ഒരവസരത്തിൽ ആൻസർ ചെയ്യും. അപ്പോൾ അതിന് സബ്ജക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതായതുകൊണ്ട് ഈ മെത്തേഡ് വെച്ചായിരിക്കുമല്ലോ ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കി അതിൻ്റെ റിലേറ്റീവ് ഫാക്ട്സ് പഠിച്ച് നമുക്ക് പോകാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.